ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ആടുകളുടെ പ്രസവമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യില്ലെന്ന് വിചാരിച്ചതാണ്. ഇത്തവണത്തെ നമ്മുടെ സുന്ദരിയുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം അവൾക്കാണ് വയ്യാതായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്തു വെച്ചിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പലരും കമൻ്റ് ഇടുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ഒന്ന് കാണിക്കുമെന്ന്. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നല്ല വിഷമത്തോടെ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആടുകളുടെ പ്രസവം അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ തവണ ഇവളുടെ പ്രസവം കഴിഞ്ഞിട്ട് നിങ്ങളെ ഒരു തമാശ രൂപത്തിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എത്ര കുഞ്ഞുങ്ങളാണ് എന്ത് കുഞ്ഞുങ്ങളാണെന്ന് കമൻറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ അതുപോലെ ഞാൻ ഈ വീഡിയോക്കും ഇവരെന്ത് കുഞ്ഞുങ്ങളാണെന്ന് നിങ്ങളോട് വെറുതെ ഒരു വീഡിയോ ഇട്ട് കമൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണമെന്ന് വിചാരിച്ചാണ്. വെറുതെ ഒരു രസം വെച്ചാൽ പല കമൻറ്റും കാണുമ്പോൾ കഴിഞ്ഞ തവണ നല്ല രസമായിരുന്നു അത് വായിക്കാനായിട്ട്. എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഒരേപോലെ തന്നെ ഉത്തരം പറഞ്ഞ് ലാസ്റ്റ് 3 പെൺകുട്ടികളായിരുന്നു. ലാസ്റ്റ് ഒരാളാണ് ആ ഒരു ഉത്തരം പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്തവണ സമ്മാനമൊന്നുമില്ല, എന്നാലും വെറുതെ ഒന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ആ ഒരു വിഷമായി പോയി. പിന്നീട് ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ ചിലർക്കൊന്നും അറിയണ്ടാവില്ല, പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് അത് അറിയില്ലായിരിക്കാം. അപ്പോൾ ആടിൻ്റെ പ്രസവം ഒന്നും ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതെ തന്നെ നടന്നു. ഇപ്പോൾ ആദ്യം തന്നെ കണ്ട അവൾ പ്രസവിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വെറുതെ അത് അവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ അവൾ അതിലൊക്കെ മണത്ത് നോക്കണം. അറിയാം ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് എല്ലാം അറിയാം ഇവർക്ക്. അപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നില്ല അവൾക്ക്. ഒരു 148ാമത്തെ ദിവസമാണ് ഇത്തവണ പ്രസവിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്രോസ് ചെയ്ത ഡേറ്റ് കറക്റ്റായിട്ട് എഴുതി വെച്ചോളൂ. 150 ദിവസമാണ് ആടുകളുടെ ഗർഭകാലം. അപ്പോൾ ഒരു 145 കഴിഞ്ഞാൽ പിന്നെ 46 ഏത് ദിവസം വേണമെങ്കിലും പ്രസവിക്കാം. 150 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. ഇപ്പോൾ കഴിഞ്ഞ 2 തവണയും ഇവൾ 150ാമത്തെ ദിവസം പൂർത്തിയായിട്ടാണ് പ്രസവിച്ചത്. ഇത്തവണ 145ൻ്റെ അന്നേ ചെറുതായിട്ടൊക്കെ വയ്യായികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തോട്ടൊന്നും അങ്ങനെ ഇറക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രാത്രിയിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും. അതുപോലെ കിടക്കാൻ നേരത്ത് ഒന്ന് വന്ന് കൂട്ടിൽ നോക്കും എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോയെന്ന്. അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ 148ൻ്റെ അന്നാണ് അവൾ പ്രസവം ഉണ്ടായത്. അതിനൊന്നും അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കുറച്ച് സമയം നീണ്ടു കഴിഞ്ഞ് കടന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ടാർപ്പായി വിരിച്ചു കൊടുത്ത് എന്തെന്ന് വെച്ചാൽ അവൾ അതിലേക്ക് പോകുന്നൊന്നുമില്ല കേട്ടോ. അവൾ മണ്ണിൽ തന്നെയാണ് കിടക്കുന്നത്. എന്തെന്ന് വെച്ചാൽ പുറത്ത് ഭയങ്കര മഴയാണ്. ഞാൻ രാവിലെ അവിടെ അടിച്ച് വൃത്തിയാക്കി എന്നാൽ പുറത്തോട്ട് കെട്ടാം, ഇൻ്റർലോക്ക് ഉണ്ടല്ലോ മുറ്റത്ത്, അപ്പോൾ മണ്ണൊന്നും ആവില്ല വിചാരിച്ചു. പക്ഷേ അവൾ പ്രസവത്തിൻ്റെ സമയമായപ്പോഴേക്കും ഭയങ്കര മഴ. അപ്പോൾ ഞാൻ ചാക്കും ടാർപ്പായും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും അവൾ കിടക്കുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് ഭയങ്കര താമസമായി പ്രസവം. മറ്റേത് കഴിഞ്ഞ തവണയൊക്കെ കൂട്ടിയിൽ നിന്ന് ഇറക്കി ഇത് വയ്യായിക തുടങ്ങി ഉടനെ തന്നെ പെട്ടെന്ന് പ്രസവമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് കുറേ സമയം എടുത്തിട്ടാണ് പ്രസവം ഉണ്ടായത്. നല്ല കാറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ അവിടെ വെച്ചു എന്നുള്ളൂ. നിങ്ങൾ വിചാരിക്കും എന്താണെന്ന് ഈ തേങ്ങ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതെന്ന്. കണ്ടില്ലേ, വെള്ളമാണ്, ആകെ ചെളിയും വെള്ളമൊക്കെയാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിലും മണ്ണ് തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, വട്ടപാത്രമൊക്കെ. അപ്പോൾ പ്രസവിക്കുന്നതോടുകൂടി കുഞ്ഞുങ്ങളെ എടുത്തിട്ട് അങ്ങ് കിടത്തിയാൽ മതിയല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കാലിട്ടൊരക്കലും ബ്രഷ് ചെയ്യലൊക്കെ ഇങ്ങനെ തുടങ്ങി. പക്ഷേ കുറച്ച് സമയം എടുത്തു പ്രസവിക്കാൻ. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റത്തെ കുഞ്ഞ് വന്നിട്ടുണ്ട്. മക്കളാണ് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ തലയും വാലൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ആയിരിക്കും. എന്ന് വെച്ചാൽ വീഡിയോ ഓണാക്കാതെയൊക്കെയാണ് മൊബൈൽ പിടിച്ചിരിക്കുന്നത്, വീഡിയോ ഓണാക്കാതെ ഉണ്ട്. അപ്പോൾ ചിലതൊന്നും അതിൽ പെട്ടിട്ടില്ല. ഇത് നമ്മുടെ ഫസ്റ്റിലെ സുന്ദരി പ്രസവിച്ച കുഞ്ഞാണ് കേട്ടോ. ഞാനിവരെന്ത് കുഞ്ഞാണെന്നൊക്കെ നിങ്ങളോട് ചോദിക്കണോ, ഇവരെന്താ കുഞ്ഞുങ്ങളാണെന്ന് ഈ വീഡിയോയിൽ പറയില്ല, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ ലാസ്റ്റ് പറയാം കേട്ടോ എന്ത് കുഞ്ഞുങ്ങളാണെന്ന്. നക്കി തുടക്കാനായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ പൊക്കിൾ കൊടി കടിച്ച് പൊട്ടിക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല, അവർ നക്കി തുടച്ചിട്ട് പൊക്കിൾ കൊടി അങ്ങ് ഫുള്ളായിട്ട് പൊട്ടിച്ചെടുക്കും. അപ്പോൾ ഇൻഫെക്ഷൻ ആവാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ അതിൽ പൊക്കിൾ കൊടിയിൽ നമ്മൾ പുരട്ടാനുള്ളത് മഞ്ഞൾപ്പൊടിയും സ്വല്പം ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി മിക്സ് ആക്കിയിട്ട് ഞാൻ ഫസ്റ്റ് 2-3 തവണയൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. 2 നേരം വെച്ചിട്ട് പിന്നെ നമുക്ക് മുറിൻ്റെ ഉണങ്ങാനുള്ള ഓയിൽമെൻറ്റ് ഏതെങ്കിലും പുരട്ടി കൊടുത്താൽ മതി. നല്ലോണം ഉണങ്ങുന്നത് വരെ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളും. അതുപോലെ നമ്മൾ പ്രസവം എടുത്ത ആടുകളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കിടത്താനുള്ള ഒരു ബോക്സ്, അത് മീനൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബോക്സ് ഇല്ലേ, അവരെ കയ്യിലുള്ളത് പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കുന്ന ആ ഷോപ്പിലൊക്കെ ഉള്ളത്, അങ്ങനത്തെ ഒരു ബോക്സ് കിട്ടിച്ചാൽ നിങ്ങൾ അത് വാങ്ങിച്ച് വെച്ചാലും മതി കേട്ടോ. പക്ഷേ അതിന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം 2 ദിവസമല്ലേ ഇവിടെയുള്ള പാത്രങ്ങൾ ഏതെങ്കിലും അങ്ങ് വട്ടപാത്രമൊക്കെ എടുത്തിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാറാണ് കേട്ടോ. അതും പിന്നെ കുറച്ച് കോട്ടൻ്റെ തുണികൾ നമ്മൾ എടുത്തു വെക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മുടെ ആ ഒരു സമയത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ടതിന് ശേഷം എടുത്താലും മതി. പിന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ തളയാടിൻ്റെ പാല് നിങ്ങൾ കുടിപ്പിക്കുക. നല്ലപോലെ അകിടൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടാവും, നല്ലപോലെ കഴുകിയിട്ട് പാല് കുടിപ്പിക്കുക. പിന്നെ മിക്ക കുട്ടികൾക്കും ഇപ്പോൾ പാല് കുടിക്കാൻ സ്വയം നിൽക്കാനൊന്നും കഴിയില്ല. അപ്പോൾ അതൊക്കെ 2 ദിവസം കഴിയുമ്പോൾ ശരിയാവും.
അപ്പോൾ അവർക്ക് പാല് നിങ്ങൾ കറന്നിട്ട് ബോട്ടിലാക്കിയിട്ട് കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ കൂടുതലായിട്ടുള്ള പാലുണ്ടെങ്കിൽ കറന്ന് കളയന്നെ ചെയ്തോളും. അത്യാവശ്യം അവർക്ക് വയറ് നിറയാനുള്ള നല്ലപോലെ പാല് കൊടുത്തോളും. ഫസ്റ്റത്തെ പാല് കൊടുക്കണം ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക്, എന്നാലാണ് അവർക്ക് ആ ഒരു പ്രതിരോധ ശക്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം വീണ്ടും ഫില്ലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കറന്ന് കളഞ്ഞോളൂ. എന്ന് വെച്ചാൽ ആടിന് വീണ്ടും പാൽ ഇറങ്ങിക്കോളും താഴേക്ക്. വെച്ചാൽ കൂടുതൽ പാൽ അകിടിൽ നിന്ന് കഴിഞ്ഞാൽ അകിട് വീക്കം വരും. ഇപ്പോൾ സുന്ദരിക്ക് തന്നെ ആ ഒരു കിടപ്പിലാവുകയും ചെയ്തു. പിന്നെ അകിടിനും പ്രശ്നം വന്നു. ഇപ്പോൾ 10-20 ദിവസമായി ഞാൻ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് ഇങ്ങനെ മാറി മാറി വരുന്നു എന്നല്ലാതെ പൂർണ്ണമായിട്ടും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റിലെ കുട്ടി. പിന്നെ ബ്ലാക്ക് കളറും വെള്ളയും കൂടി ഉള്ളത് നമ്മുടെ രണ്ടാമത് പ്രസവിച്ച കുട്ടി. 2 മുട്ടൻ കുഞ്ഞുങ്ങളാണ് ഇത്തവണ കേട്ടോ. 2 മുട്ടൻ കുഞ്ഞുങ്ങളാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെയൊക്കെ നക്കുമ്പോൾ പൊക്കിൾ കൂടി നക്കി പൊട്ടിക്കാതെ ശ്രദ്ധിക്കുക. അതുപോലെ ചെവി ഉണ്ടല്ലോ, ചെവി കടിച്ച് പൊട്ടിക്കരുത്. നമ്മുടെ പൊന്നു പ്രസവിച്ചിട്ട് ഇതുപോലെ പ്ലാവില കടിക്കും പോലെ കടിച്ചു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത് പ്രസവിച്ച കുട്ടി. അപ്പോൾ ഇതും മുട്ടൻ കുഞ്ഞാണ് കേട്ടോ. ഇത് ബ്ലാക്ക് കളറും വെള്ളയും കൂടിയാണ്, അത് ബ്രൗണും വെള്ളയും കൂടിയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കൈയും കാലൊക്കെ നല്ല നീളമുള്ള നല്ല കുഞ്ഞുങ്ങൾ തന്നെയാണ്. വേറെ ആരോഗ്യ പ്രശ്നമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ സുന്ദരിക്ക് പ്രസവത്തോടു കൂടി വീഴ കാരണം അമ്മയാടിൻ്റെ നല്ലപോലെ പാല് കുടിക്കാനുള്ള ഒരു ഭാഗ്യം അവർക്കില്ലാതായി പോയി. അപ്പോൾ എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കാം. പടച്ച തമ്പുരാൻ്റെ പരീക്ഷണങ്ങളല്ലേ, അപ്പോൾ നമ്മൾ അതിലൂടെ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. സാരമില്ല, ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആണ്. എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുഞ്ഞുങ്ങളെ ഒന്ന് കാണിക്കുമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത്. ഒരുപാട് ദിവസമായി ഇവളെ പ്രസവിച്ചിട്ട് ഇന്നേക്ക് 20 ദിവസമായി ഞാനിത് അപ്ലോഡ് ചെയ്യുന്നില്ല അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. പക്ഷേ ഓരോ വീഡിയോ ഇടുമ്പോഴും കുഞ്ഞുങ്ങളെ ഒന്ന് കാണിക്കുമെന്ന് കമൻറ്റ് കാണുമ്പോൾ ഇട്ടുപോയതാണ് കേട്ടോ. പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞ് അമ്മയാടിനെ ബേക്കുവശത്ത് മഞ്ഞൾപ്പൊടിയും സ്വല്പം ഉപ്പും കുറച്ച് ചാരം, 1 ടീസ്പൂൺ ചാരം കൂടി ചേർത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൂട്ടിലോട്ട് കയറ്റുക. ഒരു ചൂടുവെള്ളത്തിൽ വേണം നമ്മളത് ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ അകിടിലേക്ക് ചൂടുവെള്ളം തട്ടുകയും ചെയ്യരുത്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അതല്ലെങ്കിൽ ആടിന് ഇൻഫെക്ഷനോ മറ്റ് പ്രശ്നങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ അതിന് ശേഷം പൊക്കിൾക്കൊടിയിൽ കുഞ്ഞുങ്ങൾക്കുള്ള കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്